LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന് സൂര്യാതപമേറ്റു. അത്രയ്ക്ക് ചൂടാണ് ഇപ്പോൾ തൃശ്ശൂരിൽ. പക്ഷേ രാഷ്ട്രീയം അതിനേക്കാൾ തിളച്ചു മറിയുമ്പോൾ തണൽ തിരിക്കാൻ കഴിയുമോ? അതാണ് പ്രശ്നം. ചൂടിനെ തോൽപ്പിച്ച് വോട്ടേഴ്സിന്റെ ഹൃദയം കീഴടക്കാനുള്ള പരവേശത്തിലാണ് മൂന്ന് സ്ഥാനാർത്ഥികളും. വേനൽ ചൂടിൽ വെന്തുരുകുകയാണ് തൃശ്ശൂർ. ഈ കുട പോലുമില്ലെങ്കിൽ പകൽ സമയം പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. അങ്ങനെയെങ്കിൽ വോട്ട് തേടിയെത്തുന്ന സ്ഥാനാർത്ഥികളുടെ അവസ്ഥയോ ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ്. ചൂടിന്റെ കാഠിന്യം സ്ഥാനാർത്ഥികളുടെ മുഖത്തറിയാം. വിയർപ്പിൽ നനഞ്ഞു കുതിർന്ന തൂവാലകൾ, പല വലുപ്പം, പല ഉപയോഗം. മുഖം തുടയ്ക്കാതെ ഒരു നിമിഷം വയ്യ. അത്രയ്ക്കുണ്ടിഷ്ട ചൂട്. അണികൾ നൽകുന്ന ഹാരം എങ്ങനെ വേണ്ടെന്ന് പറയും? ഇടുന്നവർക്കറിയാമോ ഉഷ്ണം? VS സുനിൽകുമാറിന്റെ മുഖത്ത് സൂര്യതാപമേറ്റു. അതിനിടയ്ക്ക് ഇതിലൊരു പാടുണ്ടല്ലോ. അത് ഇന്നലെ ചൂടിന് പറ്റിയാണ്. ചൂട് കൊണ്ടിട്ടേ രാവിലെ നോക്കിയപ്പോഴാണ് ഇവിടെ ഒരു പൊള്ളി പോലെ ഇരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചൂടിനേക്കാൾ സഹിക്കാനാവാത്തതാണ് വേനൽ ചൂടെന്ന UDF സ്ഥാനാർത്ഥി K മുരളീധരൻ. എങ്ങനെയുണ്ട് ഈ ചൂടിനിടയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം? ചൂട് വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ്. കാരണം ഈ തുറന്ന വണ്ടിയിലുള്ള യാത്ര സ്ഥാനാർത്ഥി പര്യടനത്തിനെയാണ് അത് ബാധിക്കുന്നത്. തുറന്ന വണ്ടിയുള്ള യാത്ര വല്ലാത്തൊരു ക്ഷീണം ഉണ്ടാക്കുന്നുണ്ട്. എന്തൊക്കെ മുൻകരുതലുകളാണ് ഈ ചൂടുകാലത്ത്? നല്ല വെള്ളം കുടിക്കുക അത്ര തന്നെ. സിനിമാ താരമാണെങ്കിലും NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ചോദിക്കുന്നത് ഈ ചൂടൊക്കെ എന്തെന്ന്. അല്ല, അത് എല്ലാ വർഷവും പൊരുത്തപ്പെടുമല്ല. ഞാൻ AC റൂമിൽ ഇരുന്ന് പണിയെടുക്കുന്ന ആളല്ലല്ലോ. പണിയില്ലാത്തപ്പം മാത്രം AC ഇരിക്കുന്നതല്ലേ. സിനിമ എന്ന് പറയുന്നത് ഔട്ട് ഇൻ ദി ഓപ്പൺ ആണ്. ഇക്കാണുന്ന ചൂടിലൊന്നും വാടില്ലെന്ന പ്രചാരണത്തിനിറങ്ങിയ മന്ത്രി R ബിന്ദു. ചൂടുണ്ടല്ലോ. ചൂടിനേക്കാളും പ്രധാനമാണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ നിർണായകമായ രാഷ്ട്രീയ പ്രാധാന്യം. വെയിലേറ്റുവാടിയാലും പുഞ്ചിരിക്കുന്ന മുഖവുമായി വീണ്ടും ഓരോ വോട്ടർമാരുടെയും മുന്നിലെത്തുകയാണ് സ്ഥാനാർത്ഥികൾ. തൊപ്പിയും തോർത്തുമെല്ലാമായി വെയിലിൽ നിന്ന് രക്ഷ തേടുകയാണ് പ്രവർത്തകരും. സ്ഥാനാർത്ഥികൾക്കായാലും വോട്ടർമാർക്കായാലും ഈ വേനൽ ചൂടിൽ ആശ്വാസം ഇതൊക്കെ തന്നെയാണ്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24.